കണ്ണൂരിൽ CPM നേതാവിനും ഇരട്ട വോട്ട്. കോഴിക്കോട് പുറമേരി പഞ്ചായത്ത് പ്രസിഡന്റ് VK ജ്യോതിലക്ഷ്മിക്കാണ് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ വോട്ടുള്ളത്. CPMന്റെ കള്ളവോട്ടിന്റെ ഉദാഹരണമാണിത് എന്ന് BJP ആരോപിക്കുന്നു. ആദ്യം ആ പ്രതികരണം കാണാം. ജ്യോതിലക്ഷ്മി എന്ന് പറയുന്ന അന്ന് ആറളത്തെ വനിതാ നേതാവ് CPMന്റെ ജനാധിപത്യ മഹിളാ അസോസിയേഷനിലും അതോടൊപ്പം തന്നെ DYFIയിലും ചുമതലയുണ്ടായിരുന്ന ജ്യോതിലക്ഷ്മിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് നാദാപുരം പുറമേരി പഞ്ചായത്തിലാണ്. ആ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഇന്ന് ജ്യോതിലക്ഷ്മി. ആ ജ്യോതിലക്ഷ്മിക്ക് നാദാപുരം പഞ്ചായത്ത്, ആ പുറമേരി പഞ്ചായത്തിലും വോട്ടർ പട്ടികയിൽ പേരുണ്ട്, ആറളം പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിലും പേരുണ്ട്. ആഗസ്റ്റ് മാസം പ്രസിദ്ധീകരിച്ചിട്ടുള്ള വോട്ടർ പട്ടികയാണ് എൻ്റെ മുന്നിലുള്ളത്. ഈ വോട്ടർ പട്ടികയിൽ 2 സ്ഥലത്തും അവർക്ക് വോട്ടുകളുണ്ട്. പുറമേരിയിൽ നിന്ന് അവരുടെ നാട്ടിലേക്ക് ഒരു വാഹനത്തിലെത്താൻ ഒരു 2.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. പുറമേരിയിലും അവർ വോട്ട് ചെയ്യുന്നുണ്ടാവും, ആറളം പഞ്ചായത്തിലും വോട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായിട്ട് CPM നേതാക്കന്മാരുടെ ഇരട്ട വോട്ടുണ്ട് എന്നതിന് തെളിവാണ് ആറളം പഞ്ചായത്തിലെ ജ്യോതിലക്ഷ്മിയുടെ ഈ വോട്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, CPMനെ പൂർണ്ണമായി പ്രതിരോധത്തിലാക്കുന്ന വാർത്തകളാണ് പുറത്ത് വരുന്നത്. അതായത് ഈ കോഴിക്കോട് പുറമേരി പഞ്ചായത്തിലെ കണക്ക് പരിശോധിക്കുമ്പോൾ മാത്രം നമുക്ക് VK ജ്യോതിലക്ഷ്മി എന്നുള്ള ഒരു സാമ്പിൾ മുന്നിലുണ്ട്. അവർക്ക് കണ്ണൂരിലും കോഴിക്കോടുമുണ്ട് ഇരട്ട വോട്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ കണ്ടെത്തലുകളൊന്നും വന്നില്ല എങ്കിൽ ഇവരൊക്കെ 2 തവണ വോട്ട് ചെയ്യും, അവരെ വേണ്ടപ്പെട്ടവരെ വിജയിപ്പിക്കും, വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടക്കും. എന്തായാലും ജ്യോതിലക്ഷ്മിയുടെ കള്ളക്കളി പുറത്തായിട്ടുണ്ട്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഖി, നമുക്കറിയാം ഇന്ത്യ സഖ്യത്തിലെ ആളുകളാണ് ഇത്തരത്തിൽ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് എന്നടക്കമുള്ള വലിയ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ആ ആരോപണങ്ങൾ അവരെ തന്നെ തിരിഞ്ഞു കൊത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണിത്. കാരണം കണ്ണൂർ ജില്ലയിൽ നിന്ന് കോഴിക്കോടേക്ക് വിവാഹം കഴിച്ചുപോയ ഒരു CPM നേതാവിന് ഇരട്ട വോട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 21-ാം തീയതി പുറത്തു വന്ന വോട്ടർ പട്ടികയിൽ തന്നെയാണ് ഇവർക്ക് കൃത്യമായി 2 വോട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് പുറത്തു വന്നിരിക്കുന്നത്. കോഴിക്കോട് പുറമേരി പഞ്ചായത്ത് പ്രസിഡന്റായ VK ജ്യോതിലക്ഷ്മിക്കാണ് ഈ ഒരു ഇരട്ട വോട്ടുള്ളത്. അവർ നേരത്തെ താമസിച്ചിരുന്നത് കണ്ണൂർ ആറളത്താണ്. ആറളത്തെ ചെടിക്കുളം വാർഡിലും ഇവർക്ക് വോട്ടുണ്ട്. പുറമേരി പഞ്ചായത്തിലെ 9ാം വാർഡായ നടയമ്മലിലും ഇവർക്ക് വോട്ടുണ്ട്. അങ്ങനെ ഒരേ വോട്ടർ പട്ടികയിൽ തന്നെ അതൊരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കാണ് ഇത്തരത്തിൽ 2 ജില്ലകളിലായി വോട്ടുള്ളത് എന്ന് പറയുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ പല സ്ഥലങ്ങളിലും CPM കള്ളവോട്ട് ചെയ്തു എന്ന ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ ആരോപണങ്ങളെയൊക്കെ തന്നെ ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ BJP നേതൃത്വം ഈ ഒരു പട്ടിക പുറത്തുവിട്ടത്. എന്നാൽ തന്നെ എടുത്തു പറയേണ്ടത്, വലിയ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, അത്തരം ഒരാൾ ഇങ്ങനെ ഇരട്ട വോട്ട് ചേർക്കുക എന്ന് പറയുന്നതിന് പിന്നിൽ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് BJP നേതൃത്വം പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ കോഴിക്കോട് വോട്ട് ചെയ്ത് കണ്ണൂർ ജില്ലയിലേക്ക് വൈകുന്നേരം വോട്ട് ചെയ്ത് മടങ്ങാം എന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം 2 സ്ഥലത്ത് വോട്ട് ചെയ്യാനുള്ള സാധ്യത അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. കോഴിക്കോട് നടയമലയിൽ വോട്ട് ചെയ്ത് 2.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂരെത്താം. ആ കണ്ണൂർ വോട്ട് ചെയ്ത് മടങ്ങാൻ അത്ര വലിയ പാടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഇരട്ട വോട്ട് ചെയ്യാനുള്ള സൗകര്യമാണ് ഇത്തരത്തിലൂടെ ഉണ്ടാക്കുന്നത് എന്നൊരു വിമർശനം തന്നെയാണ് ഉയരുന്നത്. ഏതായാലും CPM നേതാക്കൾ ഉയർത്തിയ, അല്ലെങ്കിൽ CPM നേതാക്കൾ ഉൾപ്പെടെ ഉയർത്തിയ വിമർശനങ്ങൾ കൃത്യമായി അവരുടെ നേതാക്കന്മാരുടേക്ക് തന്നെ തിരിയുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ ഒരു സംഭവം. രാഖി, മിഥുൻ സൂചിപ്പിച്ച ആ ഒരു പോയിന്റ് തന്നെയാണ് ഞാനും ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. അതായത് പുറമേരി പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ പറയുന്ന VK ജ്യോതിലക്ഷ്മി. അവർ തന്നെ ഇത്തരത്തിലൊരു ഇരട്ട വോട്ടുമായി എത്തുമ്പോൾ ആ വാർഡിലെ പല കണക്കുകളും കൂടുതൽ പരിശോധനാ വിധേയമാകേണ്ടതുണ്ട്. ഇത് ഈ പുറമേരി പഞ്ചായത്തിന്റെ കണക്ക് മാത്രമാണ് എങ്കിൽ മറ്റുള്ള ഈ വോട്ടർ പട്ടികയെല്ലാം തന്നെ ഒരു വലിയൊരു സ്ക്രൂട്ടിനിയിലേക്ക് പോകേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഇല്ലേ മിഥുൻ? തീർച്ചയായും. നമ്മൾ ഈ പുറത്തുവിട്ട ലിസ്റ്റിൽ പ്രകാരം ഇത്തവണത്തെ 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിൽ പുറമേരി പഞ്ചായത്തിലെ 9ാം വാർഡായ നടയമലിൽ 791-ാം നമ്പറായിട്ടാണ് ജ്യോതിലക്ഷ്മി VK എന്ന പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതും അവരുടെ ID കാർഡ് നമ്പറും കൃത്യമായി അതിന് മുകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ഇപ്പോൾ ആറളത്തെ ചെടിക്കുളം വാർഡ്, അതായത് ആറളം പഞ്ചായത്തിലെ 15ാം വാർഡാണ് ചെടിക്കുളം. ആ ചെടിക്കുളം പഞ്ചായത്തിൻ്റെ 80ാം നമ്പർ ലിസ്റ്റിൽ 80ാം നമ്പറായിട്ടാണ് ഇതേ ജ്യോതിലക്ഷ്മിയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും അതേ ID കാർഡ് നമ്പർ തന്നെയാണ്.
അപ്പോൾ സ്വാഭാവികമായും 2 സ്ഥലങ്ങളിൽ ഒരാൾക്ക് വോട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നിട്ടുണ്ട്. മാത്രമല്ല സ്വാഭാവികമായും ഇവിടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് കോഴിക്കോടേക്ക് താമസം മാറി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി ഇരിക്കുന്ന ആൾ പഞ്ചായത്ത് പ്രസിഡന്റായി ഇരിക്കണമെങ്കിൽ സ്വാഭാവികമായും 5 വർഷത്തിലേറെയായി അവർ അവിടെയാണ് താമസിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. അത്തരം ഒരാൾ ഈ 5 വർഷം കഴിഞ്ഞിട്ടും കണ്ണൂർ ജില്ലയിലുള്ള വോട്ട് കുത്താൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ വോട്ട് ഒഴിവാക്കാൻ വേണ്ടി തയ്യാറായില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ദുരൂഹതയുണ്ട്. അല്ലെങ്കിൽ അവർ കള്ളവോട്ടിന് പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ കള്ളവോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് BJP ഉൾപ്പെടെ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം. അതുതന്നെയാണ് അവർ ഈ CPM കാലാകാലങ്ങളായി തുടരുന്ന കള്ളവോട്ടിന്റെ ഉദാഹരണമാണ് ഈ സംഭവം എന്ന് തന്നെയാണ് BJP പറയുന്നത്. ഈ ഒരു സംഭവം അടക്കം വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളടക്കം അവർ പരിശോധിച്ച് പുറത്തുവിടുമെന്നൊരു വിവരം കൂടി പറയുന്നുണ്ട്. രാഖി, തീർച്ചയായും. അതുപോലെ തന്നെ മിഥുൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ വി കെ ജ്യോതിലക്ഷ്മി ഇവർ ഈ വിഷയത്തോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? നമുക്ക് അവരുടെ പ്രതികരിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും, എങ്കിൽ പോലും പ്രതികരിക്കാൻ തയ്യാറാകുന്നുണ്ടോ മിഥുൻ? വി കെ ജ്യോതിലക്ഷ്മി നിലവിൽ കോഴിക്കോട് പുറമേരി പഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൃത്യമായി അവരുടെ പ്രതികരണം തേടാൻ ശ്രമിക്കുന്നുണ്ട്. കിട്ടുന്ന മുറയ്ക്ക് ആ ഒരു പ്രതികരണം നമുക്ക് നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ കൂടി പോകേണ്ടതുണ്ട്. കണ്ണൂരിൽ CPM നേതാവിനും ഇരട്ട വോട്ട് എന്നുള്ള വാർത്തയാണ് മിഥുൻ പങ്കുവയ്ക്കുന്നത്. കോഴിക്കോട് പുറമേരി പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ടുള്ള വ്യക്തി. വി കെ ജ്യോതിലക്ഷ്മിയാണത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ വോട്ട് ഇവർക്ക് ഉണ്ട്. CPMന്റെ കള്ള വോട്ടിന്റെ ഉദാഹരണമാണിത് എന്നാണ് BJP ആരോപിക്കുന്നത്. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.